RJ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ കൽപ്പറ്റയിൽ നിന്നും പടിഞ്ഞാറേത്തറ എന്ന ടൗണിലേക്ക് യാത്ര പോവുകയാണ്. ഇതാണ് പടിഞ്ഞാറേത്തറയ്ക്കുള്ള ബസ്സാണ് ഈ കാണുന്നത്. നല്ല കളർഫുൾ ബസ്സാണ്, പുതിയ ബസ്സാണ്, ലൈറ്റുകളും എല്ലാം ആയിട്ട് നല്ല രസമായ ഒരു ബസ്സാണ്. മഞ്ഞ് പെയ്യുന്ന വയനാട്. നമ്മൾ ഇതുവരെ മഞ്ഞ് പെയ്യുന്ന കണ്ടില്ല അല്ലേ? പലരും എന്നോട് ചോദിച്ചു അവിടെ തണുപ്പില്ലേ, മഞ്ഞില്ലേ, പണ്ട് കാലത്ത് പോയപ്പം മൂടൽ മഞ്ഞൊക്കെ ആയിരുന്നെന്നൊക്കെ പറഞ്ഞു. ഇത് ഹിപ്പോപ്പൊട്ടാമസ് കിടക്കുമല്ല. ഇവിടെ ഒരു നെൽപ്പാടത്ത് വലിയ പാറക്കൂട്ടങ്ങൾ, നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല ഇന്ന് വരെ. നെൽപ്പാടത്ത് പാറക്കൂട്ടങ്ങളാണ്. പെട്ടെന്ന് കണ്ടാൽ നമ്മൾ ഓർക്കും ഹിപ്പോപ്പൊട്ടാമസ് ആണ്. വയനാടിൻ്റെ കൃഷി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാൻ സാധിക്കും. വാഴക്കൃഷിയും നെൽകൃഷിയും ഇഞ്ചിക്കൃഷിയും കവുങ്ങ് കൃഷിയും ഒക്കെ ഇവിടെയുണ്ട്. ഇതിനെല്ലാം ബാക്ക്ഗ്രൗണ്ടായിട്ട് മലനിരകളുണ്ടെന്നുള്ളതാണ് വയനാടിൻ്റെ ഒരു ഹൈലൈറ്റ്. പ്രത്യേകിച്ച് ഇഞ്ചി കൃഷിയൊക്കെ കാണാൻ നല്ല രസം. നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങളൊക്കെ കൊച്ചായിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇതൊക്കെ കാണണം ഇവിടെ വരണം. അങ്ങനെ നമ്മൾ ബാണാസുര സാഗർ ഡാമിൻ്റെ ഷട്ടറാണ് ഈ കാണുന്നത്. ഇതാണ് കരമനത്തോട്, കബനി നദിയുടെ പോഷക നദിയാണ്. ഇത് ഡാം വന്നതോടുകൂടിയാണ് ഇതിലെ ഒഴുക്ക് നിലച്ചത്. ഈ നദിയിലാണ്, ഈ പുഴയിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഡാം തുറന്നാൽ മാത്രമേ ഇവിടെ വെള്ളം വരുള്ളൂ. ഇതാണ് ബാണാസുര സാഗർ ഡാമിൻ്റെ ഔദ്യോഗികമായ വഴി. നമുക്ക് സഞ്ചാരികൾക്കതിലെ പ്രവേശനമില്ല. ഇവിടാണ് നമുക്ക് സഞ്ചാരികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്, ധാരാളം കടകളുണ്ട്, അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളും എല്ലാം നമുക്ക് ലഭിക്കും. അങ്ങനെ ഞാനും ടിക്കറ്റ് എടുത്ത് 40 രൂപയാണ് ടിക്കറ്റ്. അതിൻ്റെ കോമ്പൗണ്ടിലേക്ക്, ആ ഡാമിൻ്റെ സൈറ്റിലേക്ക് ഞാനും കയറുകയുണ്ടായി. ഇവിടെ വലതുവശത്ത് കാണുന്നത് നമ്മൾ പേ ചെയ്ത് എടുക്കുന്ന ചിൽഡ്രൻസ് പാർക്കാണ്, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ്. ധാരാളം ആക്ടിവിറ്റീസ് അവിടെയുണ്ട്. അത് നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ചെറുതായിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് എർത്ത് ഡാം. ഇതിൻ്റെ മറുവശത്ത് മുഴുവൻ വെള്ളമാണ്. ഭീമാകാരമായ കല്ലുകളൊക്കെ പതിച്ച് ആ വെള്ളത്തെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ പുൽപ്പറമാണ്. പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് മണ്ണൊലിപ്പൊക്കെ തടയുന്നതിനായിട്ട്. ഇവിടുന്ന് സ്റ്റെപ്പും ഉണ്ട്, റാമ്പും ഉണ്ട്. കൊച്ചു പിള്ളേരൊക്കെ ഇതിൽ ഓടിപ്പാഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ പേടി, കാരണം മഴ പെയ്ത് തെന്നിക്കിടക്കുവാണ്. പക്ഷേ പിള്ളേർക്ക് അവരുടെ പ്രായത്തിൽ ഇതൊന്നും ഒരു വെല്ലുവിളി അല്ലല്ലോ. നിങ്ങൾ ഓടിപ്പാഞ്ഞാണ് അതേക്കൂടെ തന്നെയാണ് വരുന്നത്. അങ്ങനെ ഞാൻ മുകളിലേക്ക് കയറി പോവുകയാണ്. പ്രത്യേകം പറയട്ടെ, ടെമ്പോ ട്രാവലർ സർവീസ് ഉണ്ട്. 15 രൂപയാണ് ഒരു മേള് വരെ വരുന്നതിന്, തിരിച്ചും 15 രൂപയാണ്. ഇവിടെ കമ്പിമുളൊക്കെ ഇട്ടിരിക്കുകയാണ് ഈ പുല്ലും പുറത്ത് നമ്മൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത് വളരെ മനോഹരമായി കിടപ്പുണ്ട്. ഇതാണ് ഇതിൻ്റെ ടോപ്പ്. ആ ടെമ്പോ ട്രാവലറുകളൊക്കെ ആൾക്കാരെ കൊണ്ട് വരുന്നതാണ്. ഇവിടെ സഞ്ചാരികൾക്കായിട്ടൊരു വെയിറ്റിംഗ് ഷെഡുണ്ട്, മഴയും വെയിലും ഒക്കെ കൊള്ളാതിരിക്കാനായിട്ട്. ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കും. ഇത് എർത്ത് ഡാം ആയതുകൊണ്ട് ഇവിടെ സൈഡിൽ മുഴുവൻ വലിയ കരിങ്കൽ പാളികൾ പാകിയിരിക്കുകയാണ്. അതുപോലെ ഇവിടെ വലിയ തോതിൽ സോളാർ പാനൽസ് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇറങ്ങാൻ അനുവാദമില്ല. ഇത് 685 മീറ്ററാണ് ഈ ഡാമിൻ്റെ നീളം. ഇവിടെ ഇറങ്ങരുതെന്ന് പ്രത്യേകം പറഞ്ഞ് അവിടെ പാമ്പുകളെ സൂക്ഷിക്കാമെന്നൊക്കെ ഉള്ള ബോർഡും തന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഇവിടെ കയറി ഇരുന്ന് ഡാമിൻ്റെ കാഴ്ചകൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒരു നേരം പോക്കാണ് അവിടെ ഇരിക്കുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ്. അതുപോലെ സിപ്പ് ലൈനുണ്ട്. അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. നോ എൻട്രി ബോർഡൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഈ ഡാമിലാണേലും മീൻ വളർത്തും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സോളാർ പാനൽസ് വെച്ചിരിക്കുന്നതും സഞ്ചാരികൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. കാരണം വെയിലും മഴയും കൊള്ളാതെ നമുക്ക് അതിനകത്തൂടെ നടക്കാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മേഘങ്ങൾ മലകളിൽ ഇറങ്ങുന്നത് അതിശയോക്തിയല്ല, അല്ലെ
നമ്മൾ പൊലിപ്പിച്ച് പറയുമല്ല, നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. എനിക്ക് കാണാൻ സാധിച്ചു, ഞാൻ കണ്ടു. ഞാൻ മാത്രമല്ല കണ്ടത്, ഇവിടെ വന്ന എല്ലാ സഞ്ചാരികളും കണ്ടു. ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാടും കർണാടകയായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല ആയതുകൊണ്ട് അവിടെ നിന്നൊക്കെയുള്ള ടൂറിസ്റ്റുകൾ ധാരാളം ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ഈ പച്ചപ്പും ഈ തണുത്ത കാലാവസ്ഥയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇത് ബോട്ട് ലാൻഡിങ് ഏരിയയിലേക്കും പാർക്കിലേക്കും ഒക്കെ പോകുന്ന റോഡാണ്, ഫുട്പാത്താണ്. ഇവിടെയെല്ലാം മഞ്ഞ ഇല്ലിയൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാൻ ധാരാളം ബെഞ്ചുകളും ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഡാമിൽ നിന്നുള്ള കുളിർക്കാറ്റും ഈ ഇല്ലിയുടെ സൗണ്ടും ഒക്കെ ചേർന്ന നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ഇത് നമ്മൾ ചിൽഡ്രൻസ് പാർക്കിലേക്കും പോകുന്ന അടുത്ത വഴിയാണ്. അതിലെ നമ്മൾ നേരെ പോയിരുന്നെങ്കിൽ ബോട്ട് ലാൻഡിങ് ഏരിയയിൽ ചെല്ലും. ഇവിടെ കൊച്ചു പിള്ളേർക്കുള്ള ബോട്ടിങ്ങിനുള്ള സൗകര്യമാണ്. നമ്മുടെ വലിയവർക്കൊരു മുട്ടറ്റം വെള്ളം ആയിരുന്നു. പക്ഷേ ഇതെന്തോ ഡാമേജ് ആയിട്ട് അവർ താൽക്കാലികമായിട്ട് അടച്ചിരിക്കുകയാണ്. കൊച്ചു പിള്ളേർക്കുള്ള ബോട്ടൊക്കെയാണ് ആ സൈഡിൽ. ഇവിടെ കൊച്ചു പിള്ളേർക്കും വലിയ പിള്ളേർക്കും ഒക്കെ ഉള്ള ഊഞ്ഞാലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും അതിൽ പങ്കുചേരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. മുഴുവൻ പായൽ പിടിച്ചാണ് ബോർഡൊക്കെ ഇരിക്കുന്നെങ്കിലും ബാക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയായിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത്. കൊച്ചു പിള്ളേരും വലിയ പിള്ളേരും ഒക്കെ ഊഞ്ഞാലാടി ആസ്വദിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫിഷ് സ്പായ ഉണ്ട്. പക്ഷേ നമ്മൾ കണ്ട ഫിഷ് സ്പായിൽ നല്ലത് പൂക്കോട് ലേക്കിലെയാണ്. കാരണം അതിനകത്ത് കാലിടാൻ നമുക്ക് ഇടയില്ലെന്ന് പറഞ്ഞ പോലെ മീനുകളാണ്. ഇവിടെ അത്രയും മീനുകളൊന്നും ഇല്ല. ഇവിടെ 5-8 ടാങ്കുണ്ട്. അങ്ങനെ സഞ്ചാരികളൊക്കെ അതിൽ പങ്കുചേരുന്നുണ്ട്. മീനുകൾ കുറവായതുകൊണ്ട് അത്രയും നമുക്ക് രസമില്ല. മറ്റോടത്തായിരുന്നു നമ്മുടെ കാലിലെല്ലാം കൂടെ കടിച്ചു തൂങ്ങി കിടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്, അനുഭവമാണ്. അത് ചെയ്തിട്ടുള്ളവർക്കറിയാം അതിൻ്റെ രസം. ഉമ്മ വെക്കുവാണോ കടിക്കുവാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്കൊരു പ്രത്യേക സുഖം കിട്ടുന്നൊരു പരിപാടിയാണ്. അതുപോലെ ഇവിടെ ചെറിയ ചെറിയ മീൻകുളങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് പാർക്കും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ മേളിൽ ആ കാണുന്ന കൂണ് പോലെയുള്ള കോൺക്രീറ്റ് നിർമ്മിതി, അതിലെയൊക്കെ നമുക്ക് പോകാം. അവിടെയെല്ലാം നിന്ന് ഫോട്ടോ എടുപ്പാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന ആക്ടിവിറ്റി ജനങ്ങളുടെ. മൊബൈൽ ഫോൺ വന്നു, മൊബൈൽ ഫോൺ ക്യാമറയും കൂടെ വന്നതോടെ എവിടെ നോക്കിയാലും ഫോട്ടോഷൂട്ടാണ്. തങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി, പങ്കുവെക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ തിരികെ താഴെ വന്നു. എൻ്റർടൈൻമെൻറ്റ് ഏരിയ ഇതെല്ലാം പേ ചെയ്യേണ്ടതാണ്. സ്വകാര്യ വ്യക്തികൾ ലീസിനെടുത്ത് നടത്തുന്നതാണ്. നമ്മളെ വീഗാലാൻഡിലൊക്കെ ഉള്ള അത്രയും കാറുകൾ, ബമ്പർ കാർസ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ലുട്ടാപ്പി, മായാവി എല്ലാവരും ഇവിടെ ഉണ്ട്. കൊച്ചു പിള്ളേരെ അട്രാക്റ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ട്. അങ്ങനെ തിരിച്ച് ഞാൻ വഴിയിൽ പാർക്കിംഗ് ഏരിയ വരുമ്പോഴാണ് ഒരു വിദേശി വരുന്നത്. ഇന്ന് വരെ ഞാൻ ഈ കളറുള്ളൊരു പട്ടിയെ കണ്ടിട്ടില്ല. ചോദിച്ചപ്പം പറഞ്ഞു ഇത് ഫോറിൻ ബ്രീഡാണ്. അതുകൊണ്ട് നമ്മളെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെ ആരെയും മൈൻഡ് ചെയ്യാതെ ഒക്കെയാണ് നടക്കുന്നത്. ഒരു കുറുക്കൻ്റെ ഒരു സ്റ്റൈല് തോന്നിക്കുന്നു. നല്ല കളറാണ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കളറാണ് അതിൻ്റെ. ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. ഞാനും പല രീതിക്ക് ചെറിയ തോതിലൊക്കെ ഒന്ന് ഇളക്കി നോക്കി. ഇതാണ് പടിഞ്ഞാറേത്തറ ടൗണ്. ഞാൻ ഉൾപ്പെടെ കോട്ടയംകാർക്കൊക്കെ അല്ലെ വയനാട് മുഴുവൻ കാടാണ്, കാട്ടുപ്രദേശമാണെന്ന് കരുതുന്നവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. നല്ല വലിയ ടൗണുകൾ ഒരുപാട് ഇവിടെയുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളുള്ള പട്ടണമാണ്. ഇവിടെ നിന്ന് നമ്മൾ ഓട്ടോ പിടിച്ചാണ് ബാണാസുര സാഗർ ഡാമിലേക്ക് പോകുന്നത്. ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.